യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ തടയാനുള്ള നടപടികൾ എന്താകുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ആണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. വധശിക്ഷ മറ്റന്നാൾ നടപ്പാക്കുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആക്ഷൻ കൗൺസിലിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ എന്നും വധശിക്ഷ തടയുന്നതിലും ബ്ലഡ് മണി നൽകുന്നതിലും സൗഹൃദ രാജ്യങ്ങളുടെ സഹായം തേടിയെന്നതിലും കേന്ദ്ര സർക്കാർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. നോബൽ മാരിക്കാനുണ്ട് വിശദാംശങ്ങളുമായി. നോബൽ, വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. മറ്റന്നാളാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയണം. മറ്റൊന്ന്, യമനുമായി നേരിട്ട് നയതന്ത്ര ബന്ധമില്ല. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരു ചർച്ച നടത്തുക, അത് ഈ അവസാന ഘട്ടത്തിൽ പ്രായോഗികമാണോ എന്ന് അറിയണം. ഏതായാലും സുപ്രീം കോടതിയിൽ വരുന്ന ഹർജി നിർണായകമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. കോടതിയിൽ എന്ത് നിലപാടെടുക്കും എന്നതനുസരിച്ചിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങളല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. ബുധനാഴ്ചയാണ് വധശിക്ഷ നടപ്പാക്കും എന്ന് പറയപ്പെടുന്ന സമയം. കേന്ദ്ര സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തര നയതന്ത്ര ഇടപെടൽ വേണമെന്ന് തന്നെയാണ് ആവശ്യം. ഏതായാലും വധശിക്ഷ തടയാനുള്ള സഹായം തേടിയുള്ള ഹർജി, ആക്ഷൻ കൗൺസിലിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്ന് മത സാമുദായിക നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടുകയും ചെയ്തിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ, MP മാർ ഉൾപ്പെടെ, ജോൺ ബ്രിട്ടാസ്, കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ കത്തയക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. നോബൽ, അവസാനവട്ടം എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിനീത, കേന്ദ്ര സർക്കാർ എന്തെല്ലാം നടപടികൾ ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് സുപ്രീം കോടതി അറിയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് പല ഘട്ടങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തുമെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നെങ്കിലും ഈ വധശിക്ഷ നടപ്പാക്കുന്ന തീയതിയും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്രം ഇതിൽ മൗനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ബുധനാഴ്ചയാണ് ഈ വധശിക്ഷ നടപ്പാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനിയിപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും അതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു. പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധം യമനുമായി ഇല്ലാത്തതാണ് നിലവിലത്തെ പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാര്യം. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു സുപ്രീം കോടതി ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ പറയാൻ പോകുന്നത്. അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുക മാത്രമാണ് ഏക പോംവഴി. അതിന് എത്രത്തോളം പ്രായോഗികത ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്രത്തിന്റെ നിലപാടുകൾ ഇന്ന് അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അറിയാൻ കഴിയും എന്നാണ് പ്രധാനപ്പെട്ടത്. നേരത്തെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ നിരവധി MP മാർ, അതോടൊപ്പം തന്നെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ഗവർണർ അടക്കമുള്ള ആളുകളൊക്കെ കത്തയച്ചിരുന്നു ഇതിൽ ഇടപെടണം ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അതിലൊരു ഇടപെടൽ നടത്തിയതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഘട്ടം വരെ വന്നിട്ടില്ല. എന്താണെങ്കിലും സുപ്രീം കോടതി നിർണായകമാണ്. സുപ്രീം കോടതിയായിരിക്കും കേന്ദ്ര സർക്കാർ ഇതിൽ സ്വീകരിച്ച നിലപാടുകൾ കൃത്യമായി പറയാൻ പോകുന്നത്. ഇന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും ഈ മോചനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ സാധ്യമാണോ എന്നത്. വിനീത, ശരി, ഏതായാലും കേന്ദ്ര നിലപാട് നിർണായകമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് മൂസ യൂസഫ് പറയുന്നു. തീർച്ചയായും നമ്മൾക്ക് സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ത് എന്നുകൂടി അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മറ്റന്നാളാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് എംബസി കഴിഞ്ഞ ദിവസവും പറഞ്ഞത്.